മന്നം അത്താണിയിൽ പുതിയ കരാട്ടെ ക്ലാസിന് തുടക്കമായി. മന്നം അത്താണി മെഡിക്യൂർ ആശുപത്രിയുടെ സമീപത്ത് ആരംഭിച്ച കരാട്ടെ ക്ലാസിന്റെ ഉദ്ഘാടനം കൊച്ചമ്പം റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റും ഡോക്ടർ അംബേദ്കർ കലാശ്രീ നാഷണൽ അവാർഡ് ജേതാവുമായ KP ജോഷി ഉദ്ഘാടനം നിർവഹിച്ചു. ഇവിടെ രൂപീകരിച്ചെങ്കിൽ കൂടെയും അത് കൂടുതൽ പ്രവർത്തിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഭാഗമായിട്ട് വേണമെങ്കിൽ കുട്ടികളെ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. എന്തായാലും കളരിയും കരാട്ടയും എല്ലാം നേരത്തെ വിജയകുമാർ സാറ് പറഞ്ഞതുപോലെ നമ്മുടെ ശാരീരികമായ എല്ലാ കഴിവുകളെയും മാനസികമായിട്ടുള്ള കഴിവുകളെയും എല്ലാം വികസിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് നല്ലൊരു തലമുറയെ വാർത്തെടുക്കുവാൻ കഴിയുന്ന ഒരു അഭ്യാസം കൂടിയാണ് കരാട്ടെ ആയാലും കളരി ആയാലും എല്ലാം. ഞാൻ കളരി എടുത്തു വരാനൊരു കാരണം നവാസിൻ്റെ ഉപ്പ കളരിയുടെ ഒരു മാസ്റ്ററായിരുന്നു. എൻ്റെ എല്ലാം ചെറുപ്പകാലത്ത് നമ്മുടെ ഈ പ്രദേശത്ത് കളരി പഠിപ്പിച്ചിരുന്ന ഒരാളാണ് നവാസിൻ്റെ ഉപ്പ. അദ്ദേഹം ഇപ്പോഴില്ല. അദ്ദേഹത്തിൻ്റെ മകൻ വീണ്ടും ഒരു ആയോധന കല പഠിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ നമ്മളിൽ എത്തുമ്പോൾ നമുക്കെല്ലാവർക്കും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കൊച്ചമ്പം റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി MS വിജു മുഖ്യാതിഥിയായി പങ്കെടുത്തു. ന്യൂ കായ് ഷിൻകാൻ ഷിറ്റാറിയു കരാട്ടെ സ്കൂളിന്റെ ചീഫ് ടെക്നിക്കൽ ഡയറക്ടറും എക്സാമിനറും നാഷണൽ റഫറിയുമായ ഹാൻസി N വിജയകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ PR ആൻഡ്രൂസ് സ്വാഗതവും സെൻസായി നവാസ് TP നന്ദിയും രേഖപ്പെടുത്തി. അപ്പോഴെന്റെ കൈക്കരുത്തിനും കാലിന്റെയും കൈയിന്റെ കരുത്തിന് ഒരു കുറവും വരാതെ സൂക്ഷിക്കുന്നത് എക്സർസൈസിലൂടെ, പ്രാക്ടീസിലൂടെ. പ്രായം കൂടിക്കൊണ്ടേയിരിക്കും. അത് എത്ര നാൾ ദൈവം നമുക്ക് അനുഗ്രഹിച്ചിരിക്കുന്നു പറയാൻ പറ്റില്ല. അത്രയും നാളൊന്നും പോകും. പക്ഷെ അത്രയും നാളും കൈയും കാലം പൊക്കാൻ കഴിയണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഈ ക്ലാസ്സുകളിലൊക്കെ വരുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഗുണം അത് തന്നെയാണ്. പിള്ളേർക്ക് നമ്മളിത് കാണിച്ചു കൊടുത്തു വരുമ്പോൾ എനിക്കും കൂടി പ്രാക്ടീസ് ചെയ്താൽ കാലൊക്കെ കിക്കോ പഞ്ചോ കാണിച്ചു കൊടുക്കുമ്പോൾ ഞാൻ വീണ്ടും എൻ്റെ ബോഡിക്ക് എക്സർസൈസ് നൽകിക്കൊണ്ടിരിക്കുകയാണ് പഠിപ്പിക്കുന്നതിലൂടെ. അതാണ് ഒരു ഇൻസ്ട്രക്ടർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ കരാട്ടെ ഇൻസ്ട്രക്ടർക്ക് കിട്ടുന്നത്. പടം നയിക്കുന്ന മാഷന്മാരാണെങ്കിലും അതെ, പഠിപ്പിക്കുമ്പോൾ അവരുടെ കഴിവും അതോടൊപ്പം കൂടുക. അതുകൊണ്ട് തന്നെയാണ് പ്രാക്ടീസ് എന്ന വാക്ക് എപ്പോഴും ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, ഒരു അഡ്വക്കേറ്റ് LLBO എന്നൊക്കെ പാസ്സായവരൊക്കെ ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യാന്നാണ് പറയുന്നത്. മറ്റുള്ളവരുടെ മുന്നിൽ കോടതിയിൽ പോയി കഴിഞ്ഞാൽ അവർ കേസ് വാദിക്കുന്നതെന്ന് പറയുന്ന വാക്ക് പ്രാക്ടീസ് ചെയ്യാന്നാണ് പറയുന്നത്. ന്യൂസ് ബ്യൂറോ, പറവൂർ. സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു.